വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ റെഡി ആയത്. അപ്പോഴാണ് അഞ്ജനയെ വരദ ചേച്ചിയും പറഞ്ഞത് നമുക്കൊന്ന് നടക്കാൻ പോകാമെന്ന്. അങ്ങനെ പിന്നെ അഞ്ജനയുടെ ഡ്രസ്സും വാങ്ങിയിട്ട് ഞങ്ങൾ സനലേട്ടനെ വിളിച്ചുകൊണ്ട് നടക്കാൻ പോയി. കോഴിക്കോട് കിട്ടുമല്ലോ. ഹലോ ഫ്രണ്ട്സ്, ഞങ്ങൾ കോടമഞ്ഞ് ആസ്വദിക്കുകയാണ്. തലേ ദിവസം ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് റിസോർട്ട് ചുറ്റി നടന്ന് കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ അങ്ങനെയും കൂടി ഇറങ്ങാമെന്ന് വിചാരിച്ചത്. പറക്കാട്ടായിരുന്നു റിസോർട്ട്. അവിടെയായിരുന്നു ഞങ്ങൾക്ക് സ്റ്റേ പറഞ്ഞിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിസോർട്ടാണ് കേട്ടോ. അവന്റെ പേര് ഡോറയും ബുജിയൊക്കെ കഴിഞ്ഞ് അടുത്തത് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ ചെന്ന് നോക്കിയപ്പോൾ രാജകീയമായ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ട്. എവിടെ തുടങ്ങണം, എന്ത് കഴിക്കണം, ഏത് കഴിക്കണം എന്നൊക്കെ കൺഫ്യൂഷനായിപ്പോൾ എല്ലാവർക്കും. അങ്ങനെ പിന്നെ അവർ കുറേയൊക്കെ എടുത്തു, എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വീതം എടുത്തു. പക്ഷെ ഞാൻ ആവശ്യത്തിന് മാത്രമേ എടുക്കാറുള്ളത് കൊണ്ട് എൻ്റെ പ്ലേറ്റ് ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട് വന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റൂമിലോട്ട് പോയിട്ട് ഞങ്ങൾ മൂന്നുപേരും ജഗ്ഗൂസിയിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വരദ ചേച്ചി അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആൻഡ് ഫൈനലി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. എറണാകുളത്ത് വന്നിട്ട് അവിടെ നിന്നാണ് എനിക്ക് ബസ് ട്രിവാൻഡ്രത്തേക്കുള്ള. അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ബിരിയാണി ആയിരുന്നു എല്ലാവരും കഴിച്ചത്. സത്യം പറഞ്ഞ ഒരുപാട് വീഡിയോസോ ഷോർട്സോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. എൻ്റെ അടുത്ത യൂട്യൂബ് വീഡിയോയിൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടായിരിക്കും. കാരണം എനിക്കിതിനെപ്പറ്റി വലിയ അറിവില്ലാത്തത് കൊണ്ടാണ് എല്ലാം വിട്ടുപോയത്. ഇങ്ങനെയൊക്കെയാണല്ലോ എല്ലാവരും പഠിച്ചു വരുന്നത്. അപ്പം എൻ്റെ അടുത്ത വീഡിയോയിൽ എല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കും. പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല മലകളും ആ മലയ്ക്കകത്തുനിന്ന് ഈ ചെറിയ ചെറിയ വാട്ടർഫാൾസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് പോകുന്ന വഴിയിൽ ഈ ഒരു വെള്ളച്ചാട്ടം ഞങ്ങളുടെ കണ്ണിൽ പെട്ടത്. അങ്ങനെ പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ പേരൊന്നും അറിയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പം ഒരു കോഫി കുടിക്കാനായിട്ടൊരു റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു തോട് പോലെയൊക്കെ, നല്ല ഭംഗിയുണ്ടായിരുന്നു അതും കാണാനായിട്ട്. അങ്ങനെ പിന്നെ കോഫിയൊക്കെ കുടിച്ച് ഇനി ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് എറണാകുളം, എവിടെയും നിർത്താതെ എറണാകുളം വിടുക. അങ്ങനെ എറണാകുളം എത്തി. ഞാൻ എൻ്റെ ബസ് കയറി. ബസ് പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ലായിരുന്നു, കാരണം 7:30 എന്തായാലും കറക്റ്റ് 7:30 മുന്നേ എത്തി. ഞാൻ ട്രിവാൻഡ്രം എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.